beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What is next in your life? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? കളക്റ്റീവ് റീഡിംഗ് ആണ്. വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മേജർ ചേഞ്ചസ് ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കുള്ള മെസ്സേജ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്തൊക്കെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? സോ നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യെസ്, ഈ വീഡിയോ നിങ്ങളെടുത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, റൈറ്റ്? സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ എന്താണ് ഇനി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? എന്ത് മാറ്റമാണ്, എന്തിലേക്കാണ് നിങ്ങൾ ഇറങ്ങി വരാൻ പോകുന്നത്? ന്യൂ ബിഗിനിങ്. സി, നിങ്ങൾ പല കാര്യങ്ങളും വളരെ ധൈര്യത്തോടു കൂടിയിട്ട് ഫേസ് ചെയ്യാൻ പോവാണ്. അത് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോബ്ലം ആയിക്കോട്ടെ, നിങ്ങളുടെ ലക്ഷ്യമായിക്കോട്ടെ, അതിലേക്ക് നിങ്ങൾ ഇറങ്ങി വരികയാണ്. സോ എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരിക്കണം, പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആക്ഷനാണ്. നിങ്ങൾ ധൈര്യത്തോടു കൂടിയിട്ട് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഇത്ര സമയമായിട്ട് എങ്ങനെയാണോ നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ്, എന്തൊക്കെയാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള തോട്ട്സോ ഫീലിങ്സോ ഇമോഷൻസിലൊക്കെയാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നതെങ്കിൽ അതൊക്കെ മാറി പുതിയ ചിന്തകൾ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്നുണ്ട്, പുതിയ ഐഡിയകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അതൊക്കെയാണ് നിങ്ങൾ വളരെ ആക്റ്റീവ് ആക്കുന്നത്. ഓക്കെ, സോ പല പ്ലേസിലേക്ക് വരുന്ന സമയത്ത് പല പല കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ. എസ്പെഷ്യലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്ക് ആവുക അതാണ്, അല്ലെ? നമുക്ക് ഈവൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നുണ്ടാവും, റൈറ്റ്? നമുക്ക് ഒരുപാട് പെയിൻ തരുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കണം, അല്ലേ? സോ അങ്ങനത്തെ പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. എസ്പെഷ്യലി ചില ആളുകൾ നിങ്ങളുടെ ഒരു മിഡ് ഏജിൽ നിൽക്കുന്നതായിരിക്കാം, റൈറ്റ്? സോ ഇനി എന്താണ്, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്ക് വരുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ മറ്റുള്ള ആളുകളിൽ ഇൻസ്പയർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് മിക്ക ആളുകളും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മേക്ക് ഓവറിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ധരിക്കുക, ഇഷ്ടമുള്ള രീതിയിൽ നടക്കുക, ഇഷ്ടമുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മേജർ സൈക്കിൾ എൻഡ് ആവുകയാണ്. എസ്പെഷ്യലി നിങ്ങൾ സ്പിരിച്വലി ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ കുറച്ച് സമയമായിട്ട് പോയിട്ടുള്ള ഒരു സൈക്കിൾ എൻഡ് ആവാൻ പോവാണ്. ഓക്കെ, സോ എന്താണോ നിങ്ങൾ കുറേ സമയമായിട്ട് ഒരേ രീതിയിൽ ഒരേ ലെവലിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുകയാണ്, അങ്ങനെ അതിൻ്റെ ഒരു സൈക്കിൾ പൂർത്തിയാവുകയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അത് മേ ബി നിങ്ങൾ പോകുന്നൊരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, ഫിസിക്കൽ സ്ട്രഗിൾ ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാനോ, ഈവൻ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഴിക്കുക, ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കുക, യാത്ര ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്ക് കുറവായിട്ടുണ്ടെങ്കിൽ, സിറ്റുവേഷൻ കാരണം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. സോ നിങ്ങൾ ഫിസിക്കലി, എനർജറ്റിക്കലി, ഇമോഷണലി ഒക്കെ ഒരുപാട് ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കൂടെ ഉണ്ടാക്കുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ചില ആളുകൾക്ക് ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില ഫീലിങ്സ് ആണ്, പെട്ടെന്ന് ഉണ്ടാവുന്ന ഇൻസ്പിറേഷൻ ആണ്. അതാണ് നിങ്ങളെ മുന്നോട്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് ലീഡ് ചെയ്യുന്നത്. ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണ്, ഇന്ന പ്ലേസിൽ പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളത്.
ആൻഡ് ആ ഒരു മൊമെന്റിൽ നിങ്ങളുടെ തോട്ട്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്, അവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. സി ആൻഡ് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവസരമാണ്, അല്ലെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാരന്റിങ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു സ്കിൽ നിങ്ങളുടെ മേലെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ ഏറ്റവും നല്ലൊരു അമ്മയായിട്ട് അച്ഛനായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ ട്രീറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ശരീരം അതുപോലെ ട്രീറ്റ് ചെയ്യുകയാണ്. ആൻഡ് നിങ്ങൾ വളരെ ജെന്റിലായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുകയാണ്, വളരെ മെച്ചുവേർഡ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ്. ഓക്കെ, വളരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സിറ്റുവേഷനൊക്കെ. ആൻഡ് നിങ്ങൾ ആ ഒരു ഒബ്സർവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. കുറച്ച് സമയമായിട്ട് നിങ്ങൾ കാണുന്നതോ കേൾക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങൾക്ക് വേണ്ടി, റൈറ്റ്? ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ അല്ലെങ്കിൽ നാച്ചുറലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ സൈക്കിൾ നിങ്ങൾ എൻഡ് ആക്കുന്നത് കൊണ്ടാണ്, ക്രോസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ ചില ഫേസ് നിങ്ങൾ ഓവർകം ചെയ്തിട്ട് പുറത്തേക്ക് വരാണ്, ചില സിറ്റുവേഷൻ ചില ഫേസ് നിങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ളൊരു പക്വത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു വിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു സ്ട്രെങ്ത്, മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ, എനർജറ്റിക്കൽ സ്ട്രെങ്ത്. എന്തൊക്കെയൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. മേ ബി അതൊക്കെ റീസൺ ആയിരിക്കാം നിങ്ങൾ വളരെ ഇൻസ്പയർഡ് ആവുന്നതോ ഓർ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആവുന്നതോ നിങ്ങളുടെ ശരീരത്തിലേക്ക്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ ശരീരം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ഈവൻ നിങ്ങൾക്കൊരു സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കംപ്ലീറ്റ് ശ്രദ്ധ, ഫോക്കസ് ഈ ഒരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആൻഡ് അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കൂടെ പറ്റും. അത് വെറുതെ ഓവർകം ചെയ്യാൻ മാത്രം എന്നുള്ളതല്ല, അങ്ങനെ ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തെ, നിങ്ങളുടെ ലൈഫിനെയൊക്കെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യാം. സോ ചില ആളുകളെ നിങ്ങളുടെ ഒരു സർവീസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒരു സർവീസ് ആണ്. സോ പ്രോബബ്ലി നിങ്ങൾ മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ ടീച്ചിങ് ആയിട്ടോ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള കരിയറിലേക്ക് വളരെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ പല നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല വാതിലുകൾ തുറക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ പല വിസ്റ്റംസ് തുറക്കുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ഈവൻ നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളും ആയിരിക്കാം, നിങ്ങൾ മേ ബി സ്റ്റുഡൻസ് ആയിരിക്കാം. ഓക്കെ, സോ ഇത് കേൾക്കുന്ന ആളുകൾ, ഇപ്പൊ നിങ്ങൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്തിലേക്കാണ് വരേണ്ടത്, എന്ത് സർവീസ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ഏജിലോ ഏത് സിറ്റുവേഷനിലോ ആയിക്കോട്ടെ, മേ ബി നിങ്ങൾ 40-ലുള്ള ആളുകളായിരിക്കാം, മേ ബി നിങ്ങൾ 20-ലോ 18-ലോ ഉള്ള ആളുകളും ആയിരിക്കാം. ഓക്കെ, പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സർവീസ്, നിങ്ങളുടെ ഒരു പേർപ്പസിനെ പറ്റിയിട്ട് കൂടുതൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സഡൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ചില ആളുകളൊക്കെ സ്വിച്ച് ഇട്ടതുപോലെ ആയിരിക്കാം നിങ്ങളുടെ കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ, പേർപ്പസ് ആക്ടിവേറ്റ് ആവുന്നുണ്ടായിരിക്കുക. ആൻഡ് വളരെ ഒരു അട്രാക്ഷനും അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന്. ആൻഡ് സി ഇറ്റ്സ് ലൈക്ക് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഫയർ, നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫയർ, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കറേജ് എന്ന് പറയുന്നത് അത് അൺസ്റ്റോപ്പബിൾ ആണ്. നിങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ആണ് ഈ ഒരു മാറ്റം എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അഗെയിൻ നമ്പർ 7, നിങ്ങൾക്ക് ഉണ്ടാവുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ചേഞ്ച് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സാരഥി എന്ന് പറയുന്നത്, നിങ്ങളുടെ വഴികാട്ടി, നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള കഴിവുകളായിരിക്കാം, ആ ഒരു ഹീലിംഗ് പവർ ഉള്ള ആളുകളായിട്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എവിടുന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഫഷനോട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നഴ്സിംഗ്, ഡോക്ടർ, റൈറ്റ്, ഹീലിംഗ്, കൗൺസിലിംഗ്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ്.
അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ, അതായത് ഗുരു. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഗുരു ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഗുരു ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈവൻ നിങ്ങൾ 20-ൽ താഴെ പ്രായമുള്ള കുട്ടികളും ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളൊരു ഗുരു ആണ്. ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗെറ്റിംഗ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അറിവ് കൊണ്ടോ അനുഭവം കൊണ്ടോ നിങ്ങൾ ഓൾറെഡി ജ്ഞാനികളാണ്. നിങ്ങൾക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ കാണുന്ന സമയത്ത് അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഒരുപാട് അറിവുള്ള സോളുകളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ള സോളാണ്. സോ ചില കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ടാതില്ല, ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ നോളേജ് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? ആൻഡ് അതായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടുള്ളൊരു വഴികാട്ടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, റൈറ്റ്? സി ചില കാര്യങ്ങൾ ഓൾറെഡി ഇൻബിൽഡ് ആണ് നിങ്ങളുടെ ഉള്ളിൽ, ആൻഡ് അതൊക്കെയാണ് കൂടുതൽ ആക്ടിവേറ്റ് ആയിട്ട് വരുന്നത് മുന്നോട്ട് വരുന്ന സമയത്ത്. സോ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ടൈം അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കേണ്ട കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ നിങ്ങൾ ആ ഒരു സമയമാണ് കേപ്പബിൾ ആവുന്നത്. ആൻഡ് ആ ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ പല അറിവിനെ പറ്റിയിട്ടും ഒരു ധാരണ ഉണ്ടാവുന്നത്, ഇൻസ്റ്റന്റ് ആയിട്ട് അത് അവേക്കൻ ആവുന്നത്, ഇൻസ്റ്റന്റ് ആയിട്ട് അത് നിങ്ങൾക്ക് തുറന്നു തരുന്നത്, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ചില വഴികൾ കിട്ടുന്നത്, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും നമുക്ക് എടുത്തു പറയാം. ഓക്കെ, സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റീസ് എന്താണ് റിലേഷൻഷിപ്പിൽ, നിങ്ങൾക്ക് എങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടത് എക്സാക്ട്ലി. സോ പല കാര്യത്തിൽ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ മണി, ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സോഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സോളാണ് കുറെ കൂടെ ഇൻചാർജ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതാണ് അവിടെ ആക്ഷൻ എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് പലപ്പോഴും നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ നിന്ന്. സോ ഈവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശരിയെന്ന് തോന്നിയാലും നമ്മൾ അങ്ങനെ തന്നെ അത് എടുത്തോളണം എന്നില്ല, റൈറ്റ്? സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സോളാണ് കുറെ കൂടെ അങ്ങനത്തെ ഒരു ചാർജ് ഏറ്റെടുക്കുന്നത്, അങ്ങനത്തെ ഒരു ഇൻചാർജ് ഏറ്റെടുക്കുന്നത്. ഓർ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, പലപ്പോഴും പല ആളുകൾക്കും വേണ്ടതും അതായിരുന്നു, അല്ലെ? നിങ്ങൾ ആരെങ്കിലും കളിയാക്കുന്ന സമയത്തോ, നിങ്ങൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പോലും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, റൈറ്റ്? സോ എന്നെ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ള ആളുകളെ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത പ്ലേസിൽ നിന്ന് എങ്ങനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം, എന്തിനൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വയസ്സായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്, മനസ്സിലാക്കുന്നത്. സോ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ മാത്രമേ നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടാവുന്നുള്ളൂ. സോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ചില ആക്ഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ഇമോഷണലി വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം, നമുക്ക് അത്രയും നമ്മൾ കണക്റ്റഡ് ആയിട്ട് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, സിറ്റുവേഷൻ ആയിരിക്കാം.
റൈറ്റ്. ബട്ട് പ്രോബബ്ലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈവൻ അത് എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ശീലമായി പോയിട്ടുണ്ടായിരിക്കണം. റൈറ്റ്. സോ അങ്ങനത്തെ ഒരു പ്ലേസ് നിന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത്, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അങ്ങനത്തെ ചില ഇമോഷൻസ് ആണ് നിങ്ങൾ അവിടെ നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വിട്ടുവരുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സോ എല്ലാ പ്ലേസിലെ ഇമോഷൻസ്, സെന്റിമെന്റ്സ് അത് വർക്ക് ആവില്ല, നമുക്കറിയാം. റൈറ്റ്. ആൻഡ് നമ്മുടെ ലൈഫിൽ കണ്ടതോ പരിചയപ്പെട്ടതോ നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല, ലൈഫിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. റൈറ്റ്. സോ ചില കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രാക്ടിക്കലി കണക്ട് ചെയ്യണം, ചില കാര്യങ്ങൾ വേർപിരിയണം, ചില കാര്യത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം, അല്ലെ, സെപ്പറേറ്റ് ആവണം. റൈറ്റ്. സോ ഫൈനലി നിങ്ങൾക്കത് സാധിക്കുകയാണ്. നിങ്ങൾക്കറിയാം എന്താണോ നിങ്ങൾ അങ്ങനെ ഈവൻ നിങ്ങൾക്ക് പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും, ഈവൻ നിങ്ങൾക്ക് വളരെ അറ്റാച്ച്മെന്റ് തോന്നാണ്, ബട്ട് അത് നിങ്ങൾക്ക് അത്ര നല്ലതല്ല എന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ പോലും ഇതുവരെ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലതിന് വേണ്ടി, നിങ്ങളുടെ സറൗണ്ടിൽ ഉള്ള കാര്യങ്ങൾക്ക് നല്ലതിന് വേണ്ടി നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. ഓക്കെ. സോ ഇമോഷണലി നിങ്ങൾ ഫ്രീ ആവുകയാണ്, ചില സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ ഫ്രീ ആവുകയാണ്. ആൻഡ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ദിസ് ഇസ് എ വെരി സ്ട്രോങ് കൺഫർമേഷൻ. ഓക്കെ. സോ നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ, നിങ്ങളുടെ ഉള്ളിലെ സത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നന്മ, നല്ലത്, കഴിവുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വിസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അതുവരെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനത്തെ കഴിവ് എനിക്കുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലേ? പക്ഷേ മുന്നോട്ട് വരുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോമിസിങ് ആയിട്ടുള്ള ഇമോഷൻസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ധൈര്യമാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്തേക്കാം എന്നുള്ളത്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര കാലം ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ അത് ചെയ്തേക്കാം എന്നുള്ള ഒരു ധൈര്യം ഉണ്ടാവുന്നുണ്ട്. സോ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ വളർച്ച. ഓക്കെ. സോ നിങ്ങൾ എടുക്കുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ദിസ് ഇസ് എ വെരി സ്ട്രോങ് കൺഫർമേഷൻ ഗൈസ്. റൈറ്റ്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ. നിങ്ങളുടെ ആളുകൾ ഉണ്ടാവും, നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാനുണ്ടാവും, വഴികാട്ടാനുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഈവൻ സ്ട്രേഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ നിങ്ങളുടെ ആളുകളാണ്. ഓക്കെ. ബിക്കോസ് നിങ്ങൾ പല കാര്യത്തുനിന്നും പല ബൗണ്ടറീസും പല ചങ്ങലകളും ബ്രേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പല രീതിയിലുള്ള ചങ്ങലകളായിരിക്കാം നിങ്ങൾ തളച്ചു വെച്ചിട്ടുള്ളത്. അത് സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ സിറ്റുവേഷൻ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഓക്കെ. പക്ഷെ അങ്ങനത്തെ പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ഇനി ആര് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവോ, ഇനി എങ്ങോട്ട് പോകും എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില പ്ലേസിൽ നിങ്ങൾ മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഈവൻ അവർ സ്ട്രേഞ്ചർ ആണ്, നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, ആളുകൾ, നിൽക്കാൻ പോകുന്ന പ്ലേസ് എല്ലാം സ്ട്രേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ പോലും, എല്ലാം നിങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത, നിങ്ങൾ അത്ര കാലമായിട്ട് കണ്ട് ശീലമില്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഹോം ഫീലിങ്സ് തരും. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി തരും. അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ ഷിഫ്റ്റ് അല്ലെങ്കിൽ മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ന പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എങ്ങനെ അത് സിറ്റുവേഷൻ ആയിട്ട് അഡാപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നതോടുകൂടി എൻ്റെ ലൈഫിൽ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോവാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് പേടിക്കേണ്ട. ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത്. ഓക്കെ. ബിക്കോസ് എങ്ങോട്ടാണോ നിങ്ങൾ വരുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് അത്രയൊരു ഹോം, സേഫ്, സെക്യൂർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ആളുകളുടെ കൂടെ, സിറ്റുവേഷൻസ്, നിങ്ങൾ എത്തിപ്പെടുന്ന പ്ലേസ്, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്. ഓൾറൈറ്റ്. ഈവൻ നിങ്ങൾ കാല് വെക്കുന്ന, നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു ഭൂമിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയൊരു ഫീലിങ്സ് നിങ്ങളുടേതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയൊരു പരിചയം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവുന്ന ഒരു സഡൻ ഇൻസ്പിറേഷൻ ആണ്, സഡൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ധൈര്യമാണ്. ഓക്കെ. സോ അത് എവിടേക്കാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പറയാൻ മറക്കരുത്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.